നമസ്കാരം. ആരാധകർ ഏറെ കാത്തിരുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാൻ ഇന്ന് റിലീസായിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എമ്പുരാന്റെ വിശേഷങ്ങളാണ്. പടമിറങ്ങി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ എല്ലാ തിയേറ്ററിൽ നിന്നും നല്ല പ്രതികരണങ്ങളാണ് ചിത്രത്തെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ വളരെ മോശമായ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന മോഹൻലാൽ ചിത്രം L2E എമ്പുരാന്റെ വ്യാജപ്പതിപ്പ് പ്രചരിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. വിവിധ വെബ്സൈറ്റുകളിലും ടെലഗ്രാമിലും വ്യാജപ്പതിപ്പ് ഇറങ്ങിയതായാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ഫിലിംസില്ല, മൂവി റൂൾഡ്, തമിഴ് റോക്കേഴ്സ് എന്നീ വെബ്സൈറ്റുകൾക്ക് പുറമെ ടെലഗ്രാം ആപ്പിലും വ്യാജപ്പതിപ്പ് ലഭ്യമായെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വ്യാജപ്പതിപ്പുകൾ പ്രചരിക്കുന്നതിനെതിരെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സ്പോയിലറുകളോടും പൈറസിയോടും നോ പറയാം എന്ന പോസ്റ്ററാണ് പൃഥ്വിരാജ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. കേരളത്തിൽ 750ഓളം സ്ക്രീനുകളിലായാണ് ചിത്രം പ്രദർശനം നടത്തിയത്. ലൈക്ക പ്രൊഡക്ഷൻസ്, ആശീർവാദ് സിനിമാസ്, ശ്രീ ഗോകുലം മൂവീസ് എന്നിവരുടെ ബാനറിൽ സുഭാസ്കരൻ, ആന്റണി പെരുമ്പാവൂർ, ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് എമ്പുരാൻ നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻലാലിനും സംവിധായകൻ പൃഥ്വിരാജിനും പുറമെ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് തുടങ്ങിയ വൻ താരനിരയും ചിത്രത്തിലുണ്ട്. ആഗോള റിലീസായി എത്തിയ ചിത്രം ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രം 10 ലക്ഷത്തിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു. ശ്രീ ഗോകുലം മൂവീസ്, ആശീർവാദ് സിനിമാസ്, ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവരുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ, ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കരൻ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മുരളി ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തിയ ചിത്രം കൂടിയാണ്. ഇതിനോടകം 60 കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രം പ്രീ സെയിൽസായി ആഗോളതലത്തിൽ നേടിക്കഴിഞ്ഞു. ചിത്രത്തിന്റെ മേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശക്തമായ തിരക്കഥയ്ക്കൊപ്പം അതിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന മേക്കിംഗ് എന്ന് വേണം എമ്പുരാനെ കുറിച്ച് ആത്യന്തികമായി പറയേണ്ടത്. ഒരു സംവിധായകന് തന്റെ ചിത്രത്തിന്മേലുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്ന് എമ്പുരാനിലെ പല രംഗങ്ങളിലും വിളിച്ചോതുന്നുണ്ട്. ആദ്യ ഭാഗമായ ലൂസിഫറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലുതായിട്ടുണ്ട് ചിത്രത്തിന്റെ ക്യാൻവാസും പ്രധാന സംഭവങ്ങൾ നടക്കുന്ന പശ്ചാത്തലവും. മലയാള സിനിമാ പ്രേക്ഷകർ കണ്ടുപരിചയമില്ലാത്ത ഭൂമികയിൽ എമ്പുരാനെ വിശ്വസനീയമായി അവതരിപ്പിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തിനും ആയിട്ടുണ്ട്. പൊതുവെ വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിക്കുന്ന മലയാള സിനിമകൾ സ്ക്രീനിൽ കാണുമ്പോൾ ഒരുതരം അപരിചിതത്വം പ്രേക്ഷകരിൽ തോന്നും. ആ ഒരു പരിമിതി എമ്പുരാൻ വിജയകരമായി മറികടന്നിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളെയും ഖുറേഷി എബ്രഹാം എന്ന കഥാപാത്രവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതും ശ്രദ്ധേയമാണ്. അവരുടെ കാഴ്ചപ്പാടിൽ ആരാണ് ഖുറേഷി എബ്രഹാം എന്ന് പറയുന്നിടത്താണ് സിനിമയുടെ ആകാംക്ഷ വർദ്ധിക്കുന്നത്. പൊതുവെ അന്യഭാഷാ സിനിമകളിൽ നായകനെ മറ്റു കഥാപാത്രങ്ങളുടെ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്ന എലിവേഷൻ എന്ന സംഗതിയെ എമ്പുരാനിൽ മറ്റൊരു രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ കഥാപാത്രങ്ങളുടെയും വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും സ്റ്റീഫൻ എന്ന എബ്രഹാമിനെ വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്ന കഥാപാത്രമായി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. എന്തായാലും ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.